പച്ചപ്പുള്ള നാട്ടിൽ നിന്നും മണലാരണ്യത്തിന്റെ തിളക്കത്തിലേക്ക് വിമാനം കയറുമ്പോൾ ഓരോ പ്രവാസിയുടെയും ഉള്ളിൽ ഒരുപിടി സ്വപ്നങ്ങൾ ഉണ്ടാകും. മക്കളുടെ പഠനം, വീട്, കടബാധ്യതകൾ തീർക്കൽ എന്നിങ്ങനെ നീളുന്ന ആ പട്ടിക യാഥാർത്ഥ്യമാക്കാൻ വിയർപ്പൊഴുക്കി അധ്വാനിക്കുന്നവരാണ് പ്രവാസികൾ. എന്നാൽ ആ അധ്വാനത്തിന്റെ ഫലം ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് ഫൈൻ രൂപത്തിൽ നഷ്ടപ്പെട്ടാലോ? യുഎഇയിലെ നിയമങ്ങൾ കർശനമാണ്. അവ പാലിക്കുന്നത് അവിടുത്തെ വ്യവസ്ഥിതിയുടെ ഭാഗമാണെന്ന് തിരിച്ചറിയണം. ഓരോ ദിർഹവും മൂല്യമുള്ളതാണെന്ന ബോധ്യത്തോടെ അവിടുത്തെ നിയമങ്ങൾ അറിഞ്ഞിരിക്കുക എന്നത് പ്രവാസ ജീവിതം സുരക്ഷിതമാക്കാൻ നിങ്ങളെ സഹായിക്കും. വിയർപ്പൊഴുക്കി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന 500ഉം 1000ഉം ദിർഹം ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് ഫൈനായി പോകുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് റോഡ് നിയമങ്ങളാണ്. നാട്ടിലെ പോലെ യുഎഇയിൽ തോന്നും പോലെ റോഡ് ക്രോസ് ചെയ്യാൻ പറ്റില്ല. റോഡ് ക്രോസ് ചെയ്യാനും കാൽനട യാത്രക്കാർക്ക് നടക്കാനുമായി കൃത്യമായ പാതകളുണ്ട്. അതിനാൽ സീബ്ര ക്രോസിംഗിലൂടെയോ അല്ലെങ്കിൽ മേൽപ്പാലത്തിലൂടെയോ മാത്രമേ റോഡ് മുറിച്ചു കടക്കാൻ അനുവാദമുള്ളൂ. കൂടാതെ നിർദ്ദിഷ്ട സ്ഥലങ്ങളിലൂടെ അല്ലാതെ റോഡ് മുറിച്ചു കടന്നാൽ 400 ദിർഹമാണ് ഫൈനായി നൽകേണ്ടി വരിക. സിഗ്നലിലാണെങ്കിൽ പച്ച ലൈറ്റ് തെളിയുന്നത് വരെ കാത്തു നിൽക്കണം. അല്ലാതെ തിരക്കുള്ള റോഡുകളിൽ പെട്ടെന്ന് ഓടി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ CCTV നിങ്ങളെ നിരീക്ഷിക്കുകയും ഉടൻ തന്നെ ഫൈൻ അടിച്ച് കയ്യിൽ തരികയും ചെയ്യും. പല പ്രവാസികളും ആശ്രയിക്കുന്നത് മെട്രോയും ബസ്സും പോലുള്ള പൊതുഗതാഗത സംവിധാനങ്ങളാണ്. ഇവിടെ പ്രവാസികൾ അറിയാതെ ചെയ്യുന്ന ചില കാര്യങ്ങൾ നിയമലംഘനമാകും. അതിനാൽ ആദ്യം തന്നെ ബസ്സിലോ മെട്രോയിലോ കയറുമ്പോൾ കൃത്യമായി ചെക്ക് ഇൻ ചെയ്യണം. കൂടാതെ കാർഡിൽ മിനിമം ബാലൻസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും വേണം. മെട്രോ ട്രെയിനിനുള്ളിലോ പ്ലാറ്റ്ഫോമിലോ വെച്ച് ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ പാടില്ല. ചൂയിങ്കം ചവയ്ക്കുന്നതും നിരോധിച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെ കണ്ടെത്തിയാൽ ഇതിന് 100 ദിർഹമാണ് ഫൈൻ നൽകേണ്ടി വരിക. മെട്രോയിലോ ബസ് സ്റ്റോപ്പുകളിലോ ഇരുന്ന് ഉറങ്ങുന്നത് യുഎഇയിൽ നിയമവിരുദ്ധമാണ്. അറിയാതെ ഒന്നും മയങ്ങിപ്പോയാൽ പോലും 300 ദിർഹം ഫൈൻ കിട്ടും. റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ നിയമങ്ങൾ പ്രകാരം മെട്രോ പ്ലാറ്റ്ഫോമുകൾ, വെയിറ്റിംഗ് ഏരിയകൾ, ബസ് സ്റ്റോപ്പുകൾ എന്നിവിടങ്ങളിൽ ഉറങ്ങുന്നത് നിയമലംഘനമാണ്. കൂടാതെ സ്ത്രീകളുടെയും കുട്ടികളുടെയും സീറ്റുകളിലോ ഗോൾഡ് ക്ലാസ് കമ്പാർട്ട്മെന്റുകളിലോ അറിയാതെ പോലും കയറാൻ പാടില്ല. ഇതിനും ഫൈൻ കിട്ടാൻ സാധ്യതയുണ്ട്. റോഡിലോ പാർക്കിങ്ങിലോ ഒരു കാരണവശാലും സിഗരറ്റ് കുറ്റിയോ ചെറിയൊരു ചോക്ലേറ്റ് കവറോ പോലും കളയാൻ പാടില്ല. ഇത് റോഡിലിട്ടാൽ 500 ദിർഹത്തിന് മുകളിൽ പിഴ നൽകേണ്ടി വരും. അതിനാൽ യുഎഇയിലെ മിക്ക സ്ഥലങ്ങളിലും വേസ്റ്റ് ബിൻ കാണാം. ഇത്തരം വസ്തുവകകൾ അതിൽ മാത്രമേ നിക്ഷേപിക്കാൻ പാടുള്ളൂ. പൊതുസ്ഥലത്ത് തുപ്പുന്നത് വലിയ കുറ്റമാണ്. അതിനാൽ നഗരത്തിന്റെ വൃത്തി നശിപ്പിക്കുന്നത് വലിയ പിഴയ്ക്ക് കാരണമാകും. മറ്റൊന്ന് മാന്യമായ വസ്ത്രധാരണമാണ്. എപ്പോഴും മാന്യമായ രീതിയിൽ വസ്ത്രം ധരിക്കാൻ ശ്രദ്ധിക്കണം. അതേസമയം പെട്ടെന്ന് പിഴ കിട്ടാനുള്ള മറ്റൊന്ന് ഈ സ്കൂട്ടറുകളാണ്. കാരണം യുഎഇയിൽ കൂടുതൽ ആളുകളും ഉപയോഗിക്കുന്നത് ഈ സ്കൂട്ടറുകളാണ്. അതിനാൽ ഹെൽമറ്റും റിഫ്ലക്റ്റീവ് ജാക്കറ്റും നിർബന്ധമാണ്. ഇതിനു പുറമെ ഈ സ്കൂട്ടറുകൾക്ക് അനുവദിച്ച വഴികൾ മാത്രം ഉപയോഗിക്കുക. ഒപ്പം നടപ്പാതയിലൂടെ ആളുകളെ ബുദ്ധിമുട്ടിച്ച് ഓടിച്ചാൽ ഫൈൻ പിന്നാലെ എത്തും. അതിനാൽ ഓരോ പ്രവാസിയും ഈ കാര്യങ്ങൾ അറിയേണ്ടത് അനിവാര്യമാണ്. കാരണം ചെറിയ അശ്രദ്ധ മതി നിങ്ങളുടെ പകുതി മാസത്തെ ശമ്പളം ഫൈനായി പോകാൻ. പ്രവാസം എന്നത് വെറും പണം സമ്പാദിക്കൽ മാത്രമല്ല, ഒരു രാജ്യത്തെ നിയമവ്യവസ്ഥയോട് പൊരുത്തപ്പെട്ട് ജീവിക്കൽ കൂടിയാണ്. നമ്മൾ നാട്ടിൽ കാണിക്കുന്ന ലാഘവത്വം യുഎഇയിലെ റോഡുകളിലോ പൊതുസ്ഥലങ്ങളിലോ കാണിച്ചാൽ അത് മാസങ്ങളോളമുള്ള അധ്വാനം പാഴാക്കാൻ മാത്രമേ ഉപകരിക്കൂ. കൃത്യമായ പ്ലാനിങ്ങും നിയമങ്ങളെക്കുറിച്ചുള്ള അറിവും ഉണ്ടെങ്കിൽ നമുക്ക് അനാവശ്യ പിഴകളിൽ നിന്ന് രക്ഷപ്പെടാം. യുഎഇ നൽകുന്ന സുരക്ഷിതത്വവും സൗകര്യങ്ങളും ആസ്വദിക്കുമ്പോൾ തന്നെ ആ നിയമങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടത് ഓരോ പ്രവാസിയുടെയും കടമയാണ്. ജാഗ്രതയോടെയുള്ള ഓരോ ചുവടുവെപ്പും നിങ്ങളുടെ സമ്പാദ്യത്തെയും സമാധാനത്തെയും സംരക്ഷിക്കുമെന്ന് ഓർക്കുക.